സ്മിത ഹായ്. സ്വിറ്റ്സർലാൻഡിലെ ഗ്രാമഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര ഏംഗൽബർഗിലേക്കാണ്. ഏംഗൽബർഗിൽ നിന്നും ടിറ്റ്ലിസ് കൊടുമുടിയിലേക്ക്. ടിറ്റ്ലിസ് കൊടുമുടിയിലെ അവിസ്മരണീയമായ കാഴ്ചകൾ വർണ്ണിക്കുന്നതാണ് ഈ വീഡിയോ. ടിറ്റ്ലിസ് സന്ദർശനത്തിൻ്റെ മുഖ്യ ആകർഷണമായ കേബിൾ കാർ യാത്രയിലെ സ്വപ്നസുന്ദരമായ ആകാശ ദൃശ്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിലാണ് ടിറ്റ്ലിസ് കൊടുമുടി. അതായത് ഏകദേശം 3.25 കിലോമീറ്റർ ഉയരത്തിൽ. സ്വിറ്റ്സർലാൻഡിലെ ഒരു മൗണ്ടൻ റിസോർട്ട് വില്ലേജായ ഏംഗൽബർഗിൽ നിന്നും കേബിൾ കാർ വഴിയാണ് ടിറ്റ്ലിസ് കൊടുമുടിയിൽ എത്തിച്ചേരുന്നത്. ടിറ്റ്ലിസ് എക്സ്പ്രസ് എന്ന കേബിൾ കാർ വഴി ഏംഗൽബർഗിൽ നിന്നും രണ്ടാമത്തെ ലെവലായ സ്റ്റാൻഡ് എന്ന സ്റ്റേഷൻ വരെ അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാം. ഇത് ഒന്നാമത്തെ ലെവലായ ട്രപ്സി എന്ന കേബിൾ കാർ സ്റ്റേഷനാണ്. ഒന്നാമത്തെ ലെവലിൽ ടൂറിസ്റ്റുകൾക്കായി ധാരാളം ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിലും പൊതുവെ ടൂർ കമ്പനികൾ 10,000 അടി മുകളിലുള്ള ടിറ്റ്ലിസ് കൊടുമുടിയിൽ തന്നെയുള്ള ആക്ടിവിറ്റികൾക്കാണ് പ്രാധാന്യം നൽകി വരുന്നത്. ഇത് രണ്ടാമത്തെ ലെവലായ സ്റ്റാൻഡ് എന്ന കേബിൾ കാർ സ്റ്റേഷൻ. ടിറ്റ്ലിസ് എക്സ്പ്രസിൽ നിന്ന് ഇവിടെ നമ്മൾ ഇറങ്ങണം. ഇവിടെ നിന്നും റോട്ടയർ എന്ന റിവോൾവിംഗ് കേബിൾ കാറിലാണ് യാത്ര. ടിറ്റ്ലിസ് സഞ്ചാരികളുടെ ഒരു പ്രധാന ആക്ടിവിറ്റിയാണ് റോട്ടയർ കേബിൾ കാറിലെ യാത്ര. ഇത് ലോകത്തിലെ ആദ്യത്തെ റിവോൾവിംഗ് കേബിൾ കാറാണ്. സ്റ്റാൻഡ് മുതൽ ടിറ്റ്ലിസ് വരെയുള്ള 5 മിനിറ്റ് യാത്രയിൽ ഇതിലെ ഓരോ സഞ്ചാരിക്കും പുറം കാഴ്ചകളുടെ 360 ഡിഗ്രിയിലുള്ള ഒരു പനോരമിക് വ്യൂ ലഭിക്കും. ടിറ്റ്ലിസ് കൊടുമുടിയിലേക്കുള്ള കേബിൾ കാർ യാത്രയിലെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനാണ് ഇത്. ടിറ്റ്ലിസ് ഗ്ലേഷ്യറിന് സമീപത്തായാണ് ഈ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ലിഫ്റ്റ് വഴി നമുക്ക് 5 നിലകൾ വരെ പോകാം. മഞ്ഞു ഗുഹയിലേക്കുള്ള വഴി 1ാമത്തെ നിലയിൽ നിന്നാണ്. പനോരമ റെസ്റ്റോറൻറ്റ് 2ാമത്തെ നിലയിലാണ്. ഇവിടുത്തെ സ്പെഷ്യലായ മാർഗരറ്റ പിസയാണ് ഞങ്ങൾ കഴിച്ചത്. ഫോട്ടോ സ്റ്റുഡിയോ, ഷോപ്പിംഗ് കോംപ്ലക്സ് മുതലായവ 3-4 നിലകളിൽ. 5ാമത്തെ നിലയിൽ ഇറങ്ങിയിട്ടാണ് പർവ്വത ശിഖരത്തിലേക്ക് നടന്നു കയറുന്നത്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന ഹിന്ദി മൂവിയുടെ 2 ഗാനങ്ങളുടെ ചിത്രീകരണം ടിറ്റ്ലിസിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമായി ഷാരൂഖ് ഖാനും കാജലും ഇന്നും ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു. ഇവിടെ നിന്ന് ചുറ്റും നോക്കിയാൽ മഞ്ഞുമലകൾ മാത്രം. മഞ്ഞ് പുതച്ച് കിടക്കുന്ന ആൽപ്സ് പർവ്വതനിരകൾ. ടിറ്റ്ലിസിൽ വരുമ്പോൾ ട്രക്കിംഗ് ഷൂ തന്നെ കൊണ്ടുവരണം. ഞങ്ങളിട്ടിരിക്കുന്ന റണ്ണേഴ്സ് സ്ലിപ്പാകുന്നു. ടിറ്റ്ലിസിലെ ആക്ടിവിറ്റീസിനെല്ലാം അല്പം സാഹസികതയുണ്ട്. തോരാതെ പെയ്യുന്ന മഞ്ഞിൽ കൊടുമുടിയുടെ ഏറ്റവും ഉയരങ്ങളിലേക്ക്. ഇത് ടിറ്റ്ലിസിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ്. സഞ്ചാരികൾക്കായി ഇവിടെ 2 അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന്, മഞ്ഞുമലകളെ അടുത്ത് കാണാൻ ഐസ് ഫ്ലൈയർ എന്ന ചെയർ ലിഫ്റ്റ് കേബിൾ കാർ. 2, യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഏകദേശം 100 മീറ്റർ നീളത്തിൽ ഒരു തൂക്കുപാലം. ഈ പാലത്തിലൂടെയുള്ള നടത്തമാണ് ക്ലിഫ് വാക്ക്. ഇതിനപ്പുറം സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കുന്നു. -10 ഡിഗ്രി തണുപ്പ്. ചുറ്റും നോക്കിയാൽ അഗാധമായ കൊക്കയാണ്. വെളുത്ത് മഞ്ഞ് പുതച്ച് കിടക്കുന്ന അഗാധമായ കൊക്ക.
ഇത് ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളാണ്. ഇന്നേ വരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാഴ്ചകൾ. താഴോട്ട് നോക്ക്. താഴോട്ട് നോക്കിയാ പേടിയാകുന്നു. അത്ര പൊക്കത്തില്ല. അയ്യോ, ഇതല്ലേ ഏറ്റവും ടോപ്പ്. ഇതിൻ്റെ താഴെ താഴേക്ക് ടിറ്റ്ലിസിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. -10 ഡിഗ്രി തണുപ്പത്ത് ആഞ്ഞു വീശുന്ന കാറ്റിൻ്റെ ശബ്ദം. മഞ്ഞുമലയുടെ അഗാധമായ ഭാഗത്തേക്ക് സഞ്ചാരികൾ പോകാതിരിക്കാൻ ഓറഞ്ച് നിറത്തിലുള്ള കോട്ട് അണിഞ്ഞ സെക്യൂരിറ്റികൾ കാവൽ നിൽക്കുന്നുണ്ട്. ടിറ്റ്ലിസ് കൊടുമുടിയിലെ മറ്റൊരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റിയാണ് ഗ്ലേഷ്യർ കേവ് വാക്ക്. പുറത്ത് മഞ്ഞുമലയിൽ എങ്ങോട്ട് നോക്കിയാലും വെള്ള നിറത്തിൽ മൂടി പുതച്ച് കിടക്കുന്ന മഞ്ഞ് മാത്രമാണ് കാണാൻ സാധിക്കുക. ഒപ്പം വെള്ള നിറത്തിൽ മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കും. മഞ്ഞിനുള്ളിലെ വായുകുമിളകളാണ് മഞ്ഞിന് വെള്ള നിറം നൽകുന്നത്. ഉപരിതലത്തിൽ നിരന്തരം മഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോൾ അടിയിൽ അതിസാന്ദ്രമായ മഞ്ഞ് രൂപപ്പെടുന്നു. വായുകുമിളകളെ പുറന്തള്ളിയാണ് മഞ്ഞ് അതിസാന്ദ്രമാകുന്നത്. അതിസാന്ദ്രമായ മഞ്ഞ് നീലനിറം മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ. ഹിമാനി അഥവാ മഞ്ഞുഗുഹ 150 മീറ്ററോളം ദൂരത്തിൽ മഞ്ഞുഗുഹയ്ക്കുള്ളിലൂടെ നടക്കാം. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 10 മീറ്ററോളം താഴ്ചയിലാണ് മഞ്ഞുഗുഹ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഇതൊരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. മഞ്ഞടിഞ്ഞു കൂടുന്നതിനനുസരിച്ച് ഏറ്റവും അടിയിൽ നിന്നും നൂറ്റാണ്ടുകളോളം, ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങളോളം എടുത്ത് മഞ്ഞ് പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ മഞ്ഞു ഗുഹകളുണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഹിമാനികളിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നു. ഭാരതത്തിൽ ഗംഗ, യമുന എന്നീ നദികൾ ഇപ്രകാരം ഹിമാലയത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഗംഗോത്രി, യമുനോത്രി എന്നീ ഹിമാനികളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ്. ഇവിടെ സഞ്ചാരികൾക്കായി മഞ്ഞിൽ ഒരു സോഫ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞിൽ കൊത്തിവെച്ച സോഫയിലിരുന്ന് ഫോട്ടോ എടുക്കാം. പുറത്ത് -10 ഡിഗ്രി വരെ തണുപ്പുണ്ടെങ്കിലും മഞ്ഞുഗുഹയ്ക്കുള്ളിൽ എപ്പോഴും -1.5 ഡിഗ്രി തണുപ്പായിരിക്കും. പുറത്തെ കാലാവസ്ഥ ഗുഹയ്ക്കുള്ളിൽ ബാധിക്കില്ല. സഞ്ചാരികളെ ആകർഷിക്കുവാൻ ഐസിനുള്ളിലാക്കി ചില സാധനങ്ങൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞിനുള്ളിലെ വായുകുമിളകളെ പുറന്തള്ളിയാണ് അതിസാന്ദ്രമായ മഞ്ഞ് രൂപപ്പെടുന്നത്. അതിസാന്ദ്രമായ മഞ്ഞ് നീല നിറത്തിനെ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ. സമയം എന്തായിരുന്നു? സമയം 4:30 5 മണിക്കല്ലേ ചെല്ലാൻ പറഞ്ഞു. ടിറ്റ്ലിസിൽ നിന്നും താഴെ ഏംഗൽബർഗിലേക്കുള്ള അവസാനത്തെ കേബിൾ കാർ പോകുന്നത് 5 മണിക്കാണ്.
It's okay with this side? Yeah, go through this way. സ്വിറ്റ്സർലാൻഡിലെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.